ഏതൊക്കെ കാലങ്ങളാണെങ്കിലും ഒരു ലോകത്തിന് മാത്രം മാറ്റു കുറയുന്നില്ല. കോവിഡ് ആയിക്കോട്ടെ, ഇനി അതല്ല പേമാരി ആയിക്കോട്ടെ, ഏത് കാലത്തും വാണിജ്യ മേഖലയാകെ കിതയ്ക്കുമ്പോഴും ഈ ഒരു ലോകത്തിന് ഇതിൻ്റെ വില മാത്രം കുതിക്കുകയാണ്. എന്താണ് ഇത്ര വലിയ മഹിമ? ഈ ലോകം എന്തിനാണ് ഇത്രയ്ക്ക് ആൾക്കാർ വ്യഗ്രത പൂണ്ടതിൻ്റെ പിന്നാലെ നടക്കുന്നത്? അഴകും ഐശ്വര്യവുമൊക്കെ ഈ ലോകവുമായി ഇഴച്ചേർന്ന് വിശ്വസിച്ചു പോകുന്നവരുണ്ട് ഈ സമൂഹത്തിൽ, ഈ മനുഷ്യ സമൂഹത്തിൽ. ഭൂമിയോടൊപ്പം ഉണ്ടായതാണെങ്കിലും കാലഗണന സാങ്കേതിക വിദ്യയിലൂടെ ശാസ്ത്രജ്ഞർ പറയുന്നത് ഏകദേശം 300 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ലോകം രൂപപ്പെട്ടതെന്നാണ്. ദക്ഷിണാഫ്രിക്കയിലെ വിറ്റ് വാട്ടർ സ്റ്റാൻഡിലാണ് ഈ ലോകത്തിൻ്റെ ജനനം. അരിസോണ സർവകലാശാലയിലെ ഭൂഗർഭ ശാസ്ത്രജ്ഞർ പറയുന്നത് ഏകദേശം ദക്ഷിണാഫ്രിക്കയിലൊക്കെ തന്നെ എന്നാണ്. ഇവിടെ നിന്ന് ഒരു ചൂട് നീരുറവ വഴി ഇത് എല്ലായിടത്തേക്കും വ്യാപിക്കുന്നു. എല്ലായിടത്തും കോട്സ് കല്ലുകളോട് ചേർന്ന് ഒരു സ്വതന്ത്ര രൂപത്തിലാണ് ഈ ലോകം കാണപ്പെടുന്നത്. ഏകദേശം പുരാതന ഗ്രീസിൽ BC 550 ഈ ലോകം ഖനനം ചെയ്തെടുത്തതായി കാണുന്നുണ്ട്. മനുഷ്യ മനസ്സുകളെ ഏറ്റവും മോഹിപ്പിക്കുന്ന ലോഹമാണ് ഇത്. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമായും ഈ ലോകത്തിനെ മനുഷ്യർ കാണുന്നുണ്ട്. കാരണം മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ഒരു ലോഹമാണിത്. ഔറം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിൻ്റെ ശരിയായ പേരും അത് തന്നെയാണ്, ഒരു ഗ്രീക്ക് പദം. ഇംഗ്ലീഷിൽ ഇതിനെല്ലാവർക്കും അറിയുന്ന പദമായും അതിൻ്റെ പേരായും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലോഹത്തിനെ മനുഷ്യൻ ചാർത്തി കൊടുത്ത മറ്റൊരു പേരുണ്ട്, മഞ്ഞലോഹം. ഇതെങ്ങനെയാണ് വന്നതെന്നോ എവിടുന്ന് വന്നെന്നോ കൃത്യമായി യാതൊരു തെളിവുമില്ല. ലോഹയുഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മനുഷ്യൻ ഈ പറയുന്ന വസ്തു ഉപയോഗിച്ചു തുടങ്ങിയതാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഏകദേശം മെസപ്പൊട്ടോമിയൻ ഭാഗത്ത് നിന്ന് തന്നെ BC 3500 ഈ പറയുന്ന ലോഹം ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ആഭരണങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുള്ളത്. ഈജിപ്തിലെ ഫറോമാരുടെ ശവകുടീരത്തിലും ഏകദേശം ഇത്രയും പഴക്കമുള്ള ആഭരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ ഇതിനെക്കുറിച്ച് ഇഷ്ടം പോലെ വർണ്ണനയുണ്ട്. രാമായണത്തിൽ സീതാ അന്വേഷണത്തിന് പുറപ്പെടുന്ന വാനരപ്പടയോട് സുഗ്രീവൻ പറയുന്നത് ഇങ്ങനെയാണ്: അല്ലയോ വാനരന്മാരെ, വൃക്ഷങ്ങളിൽ കയറി നോക്കണം. മുങ്ങിത്തപ്പാൻ കഴിയുന്ന എല്ലാ ദ്വീപരാഷ്ട്രങ്ങളിലെയും ഓരോ ഖനികളും രജതഖനികളും നിറയുന്ന സുവർണദ്വീപുകളിലും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ സീതയെ അന്വേഷിക്കണം. ബ്രഹ്മാവ് ശരീരത്തിൽ നിന്ന് ഒരു അണ്ഡത്തിന് രൂപം നൽകുകയും അത് സൂര്യനെപ്പോലെ പ്രഭ ചൊരിയുകയും ചെയ്തുള്ളതാണ് എന്നാണ് ഈ ലോകത്തിനെക്കുറിച്ച്, ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും പ്രത്യേകമായി എടുത്തു പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഗുണമായൊരു സ്വഭാവം എന്തെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും കഴിയുന്ന ഏക ലോഹം എന്നും ഇതിനെ പറയാം. ചുരുക്കി പറഞ്ഞാൽ 1 ഗ്രാം കൊണ്ട് ഏകദേശം 1.6 കിലോമീറ്റർ നീളമുള്ള ഒരു കമ്പിക്കഷ്ണമായും ഇതിനെ മാറ്റാം. ഏകദേശം 0, അതായത് 0.000001 മില്ലിമീറ്റർ കനമുള്ള ഷീറ്റുകളായും അടിച്ചു പരത്താൻ ഈ ലോഹത്തിന് കഴിയും. ഈ കനമുള്ള ഏകദേശം 2,80,000 ഈ ലോഹ ഷീറ്റുകൾ ഒരുമിച്ച് വെച്ചാൽ ഏകദേശം 1 ഇഞ്ച് ഉയരം മാത്രമേ ഈ ലോഹത്തിൻ്റെ മൊത്തം കണക്കിൽ വരൂ. അത് തന്നെയാണ് ഈ ലോഹത്തിൻ്റെ ഗുണം. നമ്മളുടെ പീരിയോഡിക് ടേബിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ രാസതന്ത്രത്തിലും മൂലകങ്ങളിലെ ഏറ്റവും സുന്ദരനായ ഒരു ലോഹവും ഇത് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും സാന്ദ്രതയേറിയ മൂലകങ്ങളിലും ഒന്നാണിത്. ജലത്തേക്കാൾ 19 മടങ്ങ് സാന്ദ്രതയുണ്ട്. അതേസമയം ഇത് വളരെ മൃദുവും വളരെ വായുവിൽ എത്ര കാലം തുറന്നു വെച്ചാലും ഇതിൻ്റെ നിറത്തിനോ തിളക്കത്തിനോ ഒരു കുറവും സംഭവിക്കില്ല. പീരിയോഡിക് ടേബിളിൽ 11ാം ഗ്രൂപ്പിൽ കോപ്പറിനും വെള്ളിക്കും താഴെയാണ് ഈ പറയുന്ന ലോഹത്തിൻ്റെ സ്ഥാനം. ആറ്റോമിക് നമ്പർ 79, ആറ്റോമിക മാസ് 196.97 എന്ന കണക്കിനും ഇത് നിൽക്കുന്നു. സംക്രമണ മൂലകങ്ങൾ എന്ന വിഭാഗത്തിലാണ്
ഈ മൂലകം ഉൾപ്പെടുന്നത്. ഈ ലോഹത്തിൻ്റെ മൂലകങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെള്ളിയും പ്ലാറ്റിനവും ശ്രേഷ്ഠമായ ലോഹങ്ങൾ തന്നെയെന്ന് പറയപ്പെടുന്നുണ്ട്. സാധാരണ ആസിഡിനൊന്നും ഈ പറയുന്ന ലോഹത്തിനെ അലിയിക്കാൻ കഴിയില്ല. ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഒരു പ്രത്യേക തലത്തിൽ ചേർത്ത അക്വറീജിയ എന്ന മിശ്രിതത്തിൽ മാത്രമേ ഈ ലോഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ, അതായത് അലിയിക്കാൻ പറ്റൂ. അതുകൊണ്ട് അക്വറീജിയ എന്ന ദ്രാവകത്തെ നമ്മൾ രാജകീയ റോയൽ ദ്രാവകമെന്നും വിളിക്കുന്നു. ഈ ലായനിയിൽ അലിയാത്തതായി ഒന്നും തന്നെയില്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ലോഹം ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, അതായത് നമ്മുടെ ഭാരതത്തിൽ. ഏകദേശം 22,000 ടൺ അത്രയധികം നമ്മളുടെ നാട്ടുകാരായ ഇന്ത്യക്കാരുടെ കയ്യിലുണ്ടെന്നാണ് ലോകത്തിൻ്റെ തന്നെ കണക്ക്. ഇതിൽ 600 ടണ്ണും ആഭരണങ്ങളാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും അധികം ഈ ലോഹം കുഴിച്ചെടുക്കുന്നത് അങ്ങ് ചൈനയില, നമ്മുടെ തൊട്ടടുത്ത്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കരുതൽ നിക്ഷേപമുള്ളത് അമേരിക്കയിലും. നമ്മളുടെ ഇന്ത്യയിൽ ഇതിൻ്റെ ഖനനം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇത് കുഴിച്ചെടുക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ കോലാർ ഖനികളിലാണ്. ഇന്ത്യയുടെ ഈ ലോഹത്തിൻ്റെ തലസ്ഥാനമെന്നും ആ സ്ഥലങ്ങൾ അറിയപ്പെടുന്നു കോലാർ ഖനികൾ. ധാതു നിക്ഷേപം കുറഞ്ഞു വരുന്നതും ഉൽപ്പാദന ചെലവ് കൂടി വരുന്നതും കാരണം 2001 ഈ ഖനികൾ അടച്ചുപൂട്ടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ലോഹങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നത് നമ്മളുടെ വയനാടൻ കാടുകളിലും നിലമ്പൂർ കാടുകളിലൊക്കെ തന്നെയാണ്. ഇത്രയും പറഞ്ഞെന്നും നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോഹം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മളുടെ സ്വർണം.